Hey guys, welcome back to NKL edits. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപ്കട്ടിന്റെ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള കുറച്ചധികം എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് പുതിയ ലേറ്റസ്റ്റ് വേർഷനിൽ കുറേ അധികം അപ്ഡേറ്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ എഫക്ട്സും കുറേ അധികം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതായത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ കുറേ അധികം എഫക്ട്സ് കാണുന്നുണ്ടോ, അതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളത് ക്യാപ്കട്ടിന്റെ ലേറ്റസ്റ്റ് വേർഷനിലാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ മുഴുവനായി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് പറഞ്ഞാൽ ഇതായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളത് അതിൻ്റെ വേർഷൻ നിങ്ങൾക്ക് കാണിച്ചത് 8.2.0, അതാണ് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് എന്ത് ചെയ്യുക, നമ്മൾ നോർമലി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഒരു ഫോട്ടോ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഫോട്ടോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ കുറച്ച് എഫക്ട്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മളിവിടെ എഫക്ട്സിലേക്ക് വരിക. എഫക്ട്സിലേക്ക് വന്ന ശേഷം നമുക്കിവിടെ ഇപ്പോൾ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും: വീഡിയോ എഫക്ട്സ്, ബോഡി എഫക്ട്സ്, ഫോട്ടോ എഫക്ട്സ്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബോഡി എഫക്ട്സ് ആണ്. കുറേ അധികം ബോഡി എഫക്ട്സ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറേ അധികം എഫക്ട്സ് നമുക്ക് ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ ക്യാപ്കട്ട് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഒരു VPN കണക്ട് ചെയ്യണം. VPN കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നോ ഇൻ്റർനെറ്റ് എന്നിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഓരോ എഫക്ട്സ് ആയിട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഉള്ളത് കാർട്ടൂൺ ഫേസ് ആണ്. അത്ര പ്രോപ്പറൊന്നും ആയിരിക്കില്ല ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഏകദേശം ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, കാർട്ടൂൺ ഫേസ് എന്ന് പറയുമ്പോൾ ഇതെന്താണ് അടുത്തൊരു എഫക്റ്റ് പറഞ്ഞാൽ ബോൾഡ് ഗ്ലാമർ ആണ്. അത് പറഞ്ഞാൽ കുറച്ച് ബോൾഡായിട്ട്, നോർമൽ ഫേസിൽ നിന്ന് കുറച്ച് ബോൾഡായിട്ടുള്ള, ഇതാണ് നമ്മളെ നോർമൽ ഫേസ് വരുന്നത്. ദെൻ നമ്മളത് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള ഒരു ഇതായിരിക്കും വരിക. ദെൻ ടീനേജ് ലുക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് വരിക. അതുപോലെ കുറേ അധികം എഫക്ട്സ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന എഫക്ട്സ് ഇവർ തന്നെ നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നിലേക്കും പോവാം. ഫസ്റ്റ് തന്നെ സൂപ്പർ പവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എഫക്റ്റ് മീൻസ് ഒരു സെക്ഷൻ തന്നെയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ റീൽസിലൊക്കെ കാണുന്ന നമ്മൾ ഇൻഡിവിജ്വൽ എഡിറ്റിംഗ് ഒക്കെ കാണാം. അതായത് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ എടുക്കുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഇതേപോലുള്ള എഫക്ട്സ് കാണാൻ സാധിക്കും. ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ട് ഐ റിഫ്ലക്ഷൻ, അതേപോലെ തന്നെ ടിൻഡൽ എഫക്റ്റ്, ഇതേപോലുള്ള ഗ്ലോ എഫക്ട്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് 1 ക്ലിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ജസ്റ്റ് 1 ക്ലിക്കിലാണ് ഞാൻ ഈ ഓരോ എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലുള്ള പല എഫക്ട്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പം സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്ന് നമ്മളെ അതായത് ബോഡി ഔട്ട്ലൈൻ രീതിക്ക്, ഇത് പറഞ്ഞാൽ നമുക്കിപ്പം ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐഫോണിൽ മാത്രം ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റാണ്. അതായത് നമ്മൾ ആ ഐഫോണിൽ ഒരു ഇമേജ് കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റ്. അതിപ്പം ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ക്യാപ്കട്ട് യൂസ് ചെയ്താൽ ഈ ഒരു 2 എഫക്ട്സ് വെച്ച് നമുക്കത് ക്യാപ്കട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതിൻ്റെ കുറേ അധികം വീഡിയോസ് ഓൾറെഡി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അതുപോലെ തന്നെ പല രീതിക്കുള്ള ബോഡി എഫക്ട്സ് ഇവിടെ കാണാൻ സാധിക്കും. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോണാണ്. ക്ലോണിൽ നമുക്കിതാ ഇതേപോലെ നമ്മൾ കാറിൻ്റെ എഡ്ജിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു എഫക്റ്റ്, അതായത് ഈ ഒരു മൾട്ടിപ്പിളായിട്ട് വരുന്ന ഒരു എഫക്ട്സ് നമുക്കിവിടെ ജസ്റ്റ് 1 ക്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോ വേണം ഓരോ എഫക്റ്റിൻ്റെ എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് പറഞ്ഞാൽ നമുക്ക് ഗ്ലോ ലൈൻസ്, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇതേപോലുള്ള ഓരോ അധികം മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ അധികം ഓവർലൈസ് കണക്ക് ഇതേപോലെ വീഡിയോസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇതേപോലുള്ള ഐ ഗ്ലോസ്, അതേപോലെ ബോഡി ഗ്ലോ, ഇതേപോലെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് എവിടെയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് സെക്ഷൻ തിരിച്ചിട്ട് തന്നെ നമുക്ക് കുറേ അധികം എഫക്ട്സ് ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മാസ്ക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറേ അധികം ഇതേപോലുള്ള എഫക്ട്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മീൻസ് DP ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു മുമ്പ്. ഇപ്പോഴും കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ ജസ്റ്റ് 1 ക്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. ഇത് കുറച്ച് വിയേർഡായിട്ടുള്ള ഫേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ്. കണ്ടില്ലേ, ഇതേപോലുള്ള കുറച്ച് വിയേർഡായിട്ടുള്ള ഫേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കുറച്ചധികം വീഡിയോസിലൊക്കെ ഇതേപോലെ കാണാൻ സാധിക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, ഇത് പറഞ്ഞാൽ കുറച്ച് ഗോസ്റ്റ് എഫക്റ്റ്, അതുപോലത്തെ കുറച്ച് എഫക്ട്സ് ആണ്. ഇവിടെ കുറേ അധികം എഫക്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് 1 ക്ലിക്കിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ള കുറച്ചധികം എഫക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇത്രയും എഫക്ട്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ മീൻസ് കുറേ മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ക്യാപ്കട്ടിൻ്റെ വീഡിയോസിന് പൊതുവേ ഇപ്പം വ്യൂസ് മീൻസ് സപ്പോർട്ട് കുറവാണ്. അതായത് നിങ്ങളുടെ
ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാമെന്നുള്ള ഒരു രീതിയിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ട്യൂട്ടോറിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കേണ്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.